Namaste viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് വിൻഡ്രോ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു കൺഫേം ആയിട്ടുള്ള ബൈ ആൻഡ് സെൽ സിഗ്നൽസ് നമുക്ക് എങ്ങനെ പിക്ക് ചെയ്യാന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാവുന്നതാണ്. ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് എടുത്തിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഒന്ന് സെല്ലിൽ പോണതും ഒന്ന് ബൈയിലോട്ട് പോണതും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന അദാനി ട്രാൻസിസ്റ്റർ ആണ്. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഏറ്റവും മേളിൽ ഡിസ്പ്ലേ വരും. ഒരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈനാണ്. അതായത് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊരു റെഡ് ഡൗൺ ആരോ ഇട്ടിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാനുള്ളത് ഗ്രീൻ കളർ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ്വെയർ ഇൻഡിക്കേഷൻ തന്നെ അലേർട്ടും വരും, സൗണ്ടും കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിലും ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ സെല്ല് വന്നിരിക്കുന്ന 1018 ടൈം 9:18. ഇന്ന് 28 പോയിന്റ് നമുക്ക് കയറിയിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഇൻഡിക്കേഷൻ വരും. അതേ ടൈം തന്നെ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 ടാർഗറ്റും കാണിക്കും. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഡിസ്പ്ലേ വരും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. അപ്പം ഈ സിഗ്നൽസ് വരുമ്പോൾ നമ്മൾ ഉടനെ കയറി എൻട്രി എടുക്കില്ല. നമ്മളിത് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. അതായത് എല്ലാ സിഗ്നൽസും കൺഫേം ആകില്ല. ഇപ്പം നമുക്ക് ഈ ഒരു സെൽ സിഗ്നൽ കൺഫേം എന്ന് എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരോ വന്നതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ താഴത്തെ ബാറ് ഇതുപോലെ റെഡ് ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ സെൽ സോൺ ആയിരിക്കണം. ആരോ വന്നതിന് ശേഷം മാത്രമേ ഈ രണ്ട് കൺഫർമേഷൻ നോക്കാവുള്ളൂ. താഴത്തെ ബാർ റെഡ് ആൻഡ് പ്രൈസ് സെൽ സോൺ ആണെങ്കിൽ ആ സിഗ്നൽ കൺഫേം നടത്താം. ഡയറക്റ്റ് മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഒരു 80 to 90% നമുക്കിതിനകത്ത് ആക്യുറസി റേറ്റ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഒരു റെഡ് സ്റ്റാർ കാണിക്കുന്ന റെസിസ്റ്റ് ചെയ്യുന്നതും താഴത്തെ ബ്ലൂ സപ്പോർട്ടുമാണ്. നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് ഇറങ്ങേണ്ടത് ഇവിടെ നിന്ന് ചെറുതായിട്ട് കയറിയിട്ട് ഇപ്പോഴത്തെ അടുത്ത സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സിഗ്നൽ വരുമ്പോൾ ഈ രണ്ട് സിഗ്നൽ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ടാർഗറ്റ് എല്ലാം താഴെ ഡിസ്പ്ലേ വരും. പക്ഷേ അത് കൺഫേം ആണെങ്കിൽ നമ്മൾ എടുക്കാവുള്ളൂ. അതുപോലെ ഇപ്പോൾ ഒരു സെല്ലിൻ്റെ കൺഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ബൈയുടെ കൺഫർമേഷൻ കാണിച്ചത് അത് ബജാജ് ഫിനാൻസ് ആണ് എടുത്തിരിക്കുന്നത്. ബൈ ആരോ വന്നിട്ടുണ്ട്. ആരോ വന്നതിന് ശേഷം കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. അതിൻ്റെ കൺഫർമേഷൻ താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈസോൺ ആയിരിക്കും. സെല്ലായിരിക്കുമ്പോൾ താഴത്തെ ബാർ റെഡ് പ്രൈസ് സെൽസോൺ ആണെങ്കിൽ ബൈ ആണെങ്കിൽ ആരോ ഗ്രീൻ ആയ ശേഷം ആരോ ഗ്രീൻ ആണ്, താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈസോൺ ആണ്. ഈ രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പം അതിൻ്റെ അടുത്തത് ഈ ഒരു ബജാജ് നോക്കിയാൽ അതിൻ്റെ ഫസ്റ്റ് ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ താഴത്തെ ബാർ റെഡ് അല്ലാതെ കാരണം നമ്മൾ എടുത്തില്ല. അതുപോലെ അദാനിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ അതിൻ്റെ പ്രീവിയസ് ഡേയിൽ ഒരു ബൈ ഉണ്ടായിരുന്നു. താഴത്തെ ബാർ ഗ്രീൻ അല്ലാത്തതാണ് നമ്മൾ എടുത്തില്ല. അങ്ങനെ രണ്ട് കൺഫർമേഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഫേക്ക് സിഗ്നൽസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഇൻട്രാഡേ ചെയ്യാം, സ്വിങ് ചെയ്യാം, സ്കാൽപ്പിംഗ് ചെയ്യാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ ഇത് ഇപ്പോൾ റെസിസ്റ്ററിൽ വന്ന് നിൽക്കുക. റെസിസ്റ്റർ ബ്രേക്ക് ആണെങ്കിൽ ഒന്നും കൂടെ കയറിപ്പോയി. ഇപ്പോൾ 200 പോയിന്റ് 225 പോയിന്റ് കയറി നിൽക്കുകയാണ് ബജാജ്. അദാനിയിലും അതുപോലെ ഒരു 28 പോയിന്റ്സ് മാർക്കറ്റ് ഡൗണിലോട്ട് നിൽക്കുകയാണ്. സൈഡ് വേ ഉൾപ്പെടെ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇതിൽ സൈഡ് നോക്കുകയാണെങ്കിൽ അത് ഓവറോൾ ട്രെൻഡാണ് കാണിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറിച്ചൊരു ലൈവായിട്ടൊരു ഡെമോ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.